സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നു. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലാണ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് തർക്കം മുറുകുന്നത്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലും പാർട്ടി നേതൃത്വം ഇടപെടുന്നില്ല എന്നാണ് ആക്ഷേപം. ഉമ്മൻചാണ്ടി അനുകൂലികളും സംയുക്ത വിഭാഗവും എന്ന നിലയിലാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ചേരിതിരിവ്. 2021-22 വർഷത്തെ പ്രസിഡന്റായിരുന്ന MS ജ്യോതിഷാണ് ഉമ്മൻചാണ്ടി പക്ഷത്തെ നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചേരിമാറിയ MS ഇർഷാദാണ് വിഭാഗത്തിന്റെ അമരത്ത്. കഴിഞ്ഞ വർഷം ഭാരവാഹികളെ തീരുമാനിക്കാൻ തെരഞ്ഞെടുത്ത റിട്ടേണിംഗ് ഓഫീസറെ വിഭാഗം അംഗീകരിക്കാതെ വന്നതോടെയാണ് അമർഷം പരസ്യമായത്. തുടർന്ന് ജ്യോതിഷ് വിഭാഗം തെരഞ്ഞെടുപ്പുമായി മുമ്പോട്ട് പോയപ്പോൾ മറുവിഭാഗം ഒറ്റ ദിവസത്തിനുള്ളിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രശ്നപരിഹാരത്തിനായി പാർട്ടി നേതൃത്വം ഇടപെടൽ നടത്തുന്നില്ലെന്ന വിമർശനമാണ് വിഭാഗത്തിന്. ദൗർഭാഗ്യം പറയട്ടെ, KPCCയോ മറ്റ് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ ഈ വിഷയം പരിഹരിക്കുന്നത് ഞങ്ങളെ വിളിച്ച് ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ മുഖ്യ പോരായ്മ. സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ ഭൂരിഭാഗം വരുന്ന അംഗങ്ങളെല്ലാം ഞങ്ങളെ വിഭാഗത്തോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതേസമയം തങ്ങളാണ് ഔദ്യോഗിക പക്ഷമെന്നും നേതൃത്വത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നുമുള്ള നിലപാടിലാണ് വിഭാഗം. ഒരാളുടെയും ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ഹനിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വിഘടിച്ച് നിൽക്കുന്നവരിൽ നിന്നുള്ളവർ നോമിനേഷൻ നൽകുകയും അവരെ കൂടി ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുവാൻ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങളെല്ലാം തയ്യാറായിട്ടുമുണ്ട്. നിലവിൽ ഇരുവിഭാഗങ്ങളും വെവ്വേറെയായാണ് പരിപാടികൾ പോലും സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ വയനാട് നേതൃസമ്മേളനത്തിലും വിഷയം ചർച്ചയായിരുന്നു. തങ്ങളെ അവഗണിച്ചുകൊണ്ട് വിഭാഗം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയതിലും A ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ട്. News 18 തിരുവനന്തപുരം.